ഞാൻ മുരളി എന്ന് പറയും എൻ്റെ പേര്. പിന്നെ വടവാതുക്കര അമ്പലത്തിൻ്റെ അടുത്ത് ഒരു സർവീസ് സ്റ്റേഷൻ നടത്തുന്നു, മുകുൾ നിവാസ്. ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ എനിക്ക് ഈ ഫ്രൂട്ട്സിനോടാണ് കൊച്ചിലെ വളരെ താല്പര്യം. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളും അതും ഇതെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട്. അതിനെ ഞാൻ നല്ല രീതിയിലാണ് നോക്കിക്കണ്ട് ഇതുവരെ വന്നിരിക്കുന്നു. എനിക്ക് അതിനുള്ള പ്രയോജനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടം മാവെന്ന് പറയും, നല്ല മാങ്ങയാണ്, നല്ല മധുരമാണ്. പിന്നെ നമ്മൾ ഒത്തിരി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന ആൾക്കാർ കുറച്ചെല്ലാം കണ്ട് വന്നവരെല്ലാം കുറച്ച് കണ്ടിച്ചുകൊണ്ട് പോയി. പിന്നെ അതുകൊണ്ട് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് പേര് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഓമയ്ക്കാണ്, മഞ്ഞ ഓമയുണ്ട്, റെഡ് ലേഡി ഉണ്ട്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും റംബൂട്ടാൻ, ഈ റംബൂട്ടാൻ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു വിശേഷം വെറൈറ്റി റംബൂട്ടാൻ. മറ്റേ നമ്മൾ വയലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുരുവിന് കിടന്ന് പിടിക്കും. ഇതിനതൊരു പ്രശ്നമൊന്നുമില്ല. ഇത് വലിയ കായുമാണ്, നമ്മൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുപോലെ പച്ചക്കറി രീതിയാണെന്നിട്ട് എനിക്ക് ഒത്തിരി പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓറഞ്ച്, നാരങ്ങ, ചെറുനാരകമാണ് എൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ഓറഞ്ച്. അതിപ്പം എല്ലാം ഇതെല്ലാം പറിച്ചു. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി കാലുണ്ട്. ഇതിന് പിന്നെ ഒരു പുളിയാവുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മധുരം കിട്ടത്തില്ല. ഇതിന് ആദ്യമേ കുറച്ച വലിയ സൈസായിരുന്നു, പക്ഷെ മധുരം കുറവാണ്. അപ്പം അതിനൊരു കുമ്മായി വന്നിട്ട് മധുരം കിട്ടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. വളരും നമുക്കൊരു ഷോയ്ക്ക് കാണിക്കാമെന്നല്ലാതെ മധുരക്കുറവ്, വലിയ ഓറഞ്ച് ആയല്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെറുനാരകം, പിന്നെ പച്ചക്കറി ഐറ്റംസ് ആയത്. ഇതൊക്കെ എന്നൊരു വെറൈറ്റി ഓമയാണ്. ഇത് മഞ്ഞ ഓമയെന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ചെറുനാരകവും ഇത് കുറച്ചുണ്ടായിരുന്നു. റോഡ് സൈഡൊക്കെ ആയാലും ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. നമ്മൾ നാരങ്ങാവെള്ളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇത് നിറച്ചുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പറിച്ചുകൊണ്ട് പോയി. ചെറുത് ഇതിൻ്റെ ഡബിളാകും. പഴങ്ങൾക്ക് നമ്മളിവിടെ ആട്ടും കാട്ടവും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊട്ടാഷ് ഇട്ട് കൊടുക്കും. എല്ലാവരും ജൈവമെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊട്ടാഷ് ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ ചാരം, ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടം മാങ്ങ എന്ന് പറയും. ഇത് നല്ല മധുരമാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുഴുവൊക്കെയാണ്, ഇത് തൊലിക്കറ്റിയാണ്, ഭയങ്കര തൊലിക്കറ്റിയാണ്. നമ്മളിത് ഈ ഓമയ്ക്കൊക്കെ ചെത്തുന്നൂട് ചേർത്തനാവും. ഇത് ഭയങ്കര വണ്ണം വെക്കുകയും ചെയ്യും. ഇതിങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചുമന്ന് നല്ല ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ മഞ്ഞ കളർ കഴിഞ്ഞ് ചുവപ്പാകുമ്പോൾ നമ്മൾ പറിച്ചത് യൂസ് ചെയ്യും. ഇത് ഞാൻ മണ്ണുത്തിന്ന് ഇതൊരു 3.5 വർഷമായി. വലിയ ഹൈറ്റ് പോകത്തില്ല. ഹൈറ്റ് പോകാൻ നമ്മൾ അതിനെ കണ്ടിച്ച് നിർത്തും, ഒന്ന് ഒതുക്കി നിർത്തും. ഇത് റംബൂട്ടാൻ ഒരു വെറൈറ്റി റംബൂട്ടാണ്. ഇത് ബഡ് തൈയായിരുന്നു. ഇത് ഇപ്പോൾ 2-ാം വർഷം ഇത് കായ്ക്കുന്നത്. ഇതിപ്പം 3-3.5 വർഷം ഇത് വെച്ചിട്ട്. ഇത് ഭയങ്കര പഴവും വലുതാണ്. ഇതിൻ്റെ കുരു നമ്മൾ തിന്നു കഴിയുമ്പോൾ നമുക്കൊരു മറ്റുള്ള റംബൂട്ടാൻ്റെ കൂട്ടുള്ള ഇതല്ല. നമുക്ക് കുരുവെ കിടന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് വെക്കുമ്പോൾ കുരു അതിന് സെപ്പറേറ്റ് വെക്കുള്ളൂ. നല്ല മധുരമാണ്. ഇതൊരു വെറൈറ്റി വഴുതന എന്ന് പറയുന്നത് ഒത്തിരി സൈസാകുന്ന വഴി. ഒത്തിരി വഴുതന തന്നെ 4-5 വെറൈറ്റി എൻ്റെ ഉണ്ട്. ഇത് 3-3.5 വർഷം മേളിലായി. ഈ റോഡ് നിൽക്കുന്നതെല്ലാം അത് തന്നെയാണ് വഴുതന. ഒരു കൂട്ടം കായ. ഇതൊരു 4 കായ ഉണ്ടെങ്കിൽ 1 കിലോ ആകുന്ന സൈസ്. ഇതിന് പിന്നെ നമ്മൾ കൂട്ടാണുള്ളത്. ഇതിന് നമ്മൾ ഈ ചാണകപ്പൊടി, ആട്ടും കാട്ടോ ഇതൊക്കെ ഉള്ളത്. ഇതിന് മറ്റേ കെമിക്കലോ ഇത് നമ്മളെ വാക്കം അതൊന്നും ഉപയോഗിക്കരുത്. ഇതിന് നമ്മൾ കഴിക്കാനുള്ളതുകൊണ്ട് ഇതിന് ഉപയോഗിക്കും. പച്ചക്കറിക്കൊന്നും നമ്മളത് ഉപയോഗിച്ചു. ഇത് വിയറ്റ്നാം അല്ല, എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ എൻ്റെ ഇതൊരു 1.5 വർഷമായി. ഇത് കഴിഞ്ഞ വർഷം ഇതായാലും 4-5 കായനെ അടത്തിക്കളഞ്ഞു. ഇതിപ്പോൾ തന്നെ ഒരു കൊല ഞാൻ ഇവിടെ അടത്തിക്കളഞ്ഞു. ഇത് ഒരു 10-14 ഇത് ഒരു ഇടിച്ചൊക്കെ പരുവാകുമ്പോഴത്തേക്ക് ഇതും അടത്തി കളയാൻ വേണ്ടി വെച്ചേക്കാം. ഇത് താങ്ങത്തില്ല. ഇതെൻ്റെ ഇത് കണ്ട് കൊച്ചു തൈയാണ്. ഇത് 1.5 വർഷം കഴിയും. പക്ഷെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 6 മാസമായ തൈയായിരുന്നു. അല്ല, ഇതിപ്പോൾ നിർത്തും. ഞാൻ വേസ്റ്റ് ആക്കത്തില്ല. ഇടിച്ചൊക്കെ പരുവത്തിനാകുമ്പോൾ ഇതിനെ 1-2 എണ്ണം നിർത്തും. വലുത് നോക്കി. ഇതിന് നമ്മൾ ഈ ആട്ടും കാട്ടും അത് നോക്കി, അല്ലാതെ വളം പ്രത്യേകിച്ചൊന്നും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ തൊട്ട് ഈ ഫ്രൂട്ട്സിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊട്ടാഷ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലുപൊടി, അതൊക്കെ നമ്മൾ ഒരു മാസം 1.5 മാസം കൂടി ഇരിക്കുമ്പോൾ കൊടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ജപ്പാൻ പേര്. ഇതേലും കായ ഉണ്ടായിരുന്നു. ഇതിലിപ്പോഴുണ്ട്, പക്ഷേ ഇത് വലുതാകത്തില്ല. ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഈ പിങ്ക് കളറാണ്, അരിയില്ല. ഇത് പിന്നെ അധികം അങ്ങനെ കാ പിടിച്ചിട്ടില്ല. 5-6 കാ പിടിച്ച് ഞങ്ങൾ ഇപ്പം പിടിച്ച് തുടങ്ങുന്നുണ്ട്. ഇവിടെല്ലാം പൂത്ത് വരുന്നുണ്ട്. തായ്ലൻഡ് റെഡ് അല്ല, അതിനൊക്കെ ഒരു പിങ്ക്. ജപ്പാൻ പേരയ്ക്ക് ഒരു കളർ വ്യത്യാസമുണ്ട്. ചെറിയ ആപ്പിൾ. ഇതിപ്പം 10-15 വർഷമായി. ഇതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. ഇത് നല്ല ആപ്പിളിൻ്റെ അതേ ഷേപ്പ്. ഇവിടെല്ലാം കിളികളുടെ ശല്യം കൊണ്ട് ഞാൻ കുറച്ച് വെട്ടി. പുളിയാ നല്ല റെഡായി കഴിഞ്ഞാൽ ഒരു പുളിയോട് കൂടിയ മധുരം. ഇതും ചെറുനാരകമാണ്. ഇതിലും നിറച്ച് കായുണ്ട്. ഇത് അതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളെ സാധാരണ നമ്മൾ നാരങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പായിട്ട്. പക്ഷെ അതല്ല, അതിനൊരു സ്മെല്ലുണ്ട്. നല്ലൊരു മണമാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ. മാതള നാരങ്ങ ഇതിലും 2-3 കാലം നമുക്ക് കിട്ടിയായിരുന്നു, പക്ഷെ അത്ര മധുരം പോലെ ഇപ്പം കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗംബലസ് എന്ന് പറയും, പ്ലാവ്. ഇത് ഇഷ്ടംമാതിരി ചക്ക ഉണ്ടാവും. ഈ പ്രാവശ്യം അതിൻ്റെ മണ്ട ഒട്ടിക്കളഞ്ഞുണ്ട്. ഈ പ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നു. ഇതിനത് കറയില്ല. ഒരു പഴുത്താലും നല്ല പേപ്പറിൻ്റെ കളറാണ്, വെള്ള കളർ. ഇതെന്ന് പറഞ്ഞാൽ മാൻഗൂസ്റ്റി. ഇത് മാൻഗൂസ്റ്റി 6 വർഷം 7 വർഷം. ഇത് ഒരു 3.5-4 വർഷമാണ്. ഇതും ഒരു 5-8 കായുണ്ട്, കായ്ച്ചിട്ടുണ്ട്. കൊച്ചു തൈയായിരുന്നു. ഇതൊരു 8-9 കായുണ്ട്. ഇതാദ്യമായിട്ട് കായ്. നാടൻ നിൽപ്പുണ്ട്. അതിപ്പോൾ 8 വർഷമായിട്ട് അതൊന്നും വാങ്ങിക്കും. ഇത് നിറച്ച് എന്താ പറയുന്നത്, പയറ്, കോവല്, ഇതെല്ലാം ഇതേ തന്നെ പടർത്തിയിട്ടിരിക്കും. പിന്നെ ഇതിന് പക്ഷെ നെല്ലിയ അതെല്ലാം വർഷം കായ്. പക്ഷെ ഇപ്പോൾ അത് നെല്ലിക്കയില്ല. ഓൾ സീസൺ നെല്ലിയ. ഇതൊരു 10-15 വർഷമായ നെല്ലിയ. അന്ന് മുതൽ ഇതൊരു 4-ാം വർഷം വരെ കായ്ച്ചു തുടങ്ങി.
ഇത് സീസണേ ഇല്ല. ഇതിപ്പോൾ ഈ സീസൺ ഇത് തീർന്നു, ഇനി അടുത്ത പറഞ്ഞ ഒരു മാസമേ പോകും. ഇപ്പോൾ റെഡ് ലേഡി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഓരോ വെറൈറ്റി. ഇത് വേരാപ്പിൾ എന്താ ഇത് ഇഷ്ടംമാതിരി കായുണ്ടായി. ഇപ്രാവശ്യം ഇത് പൂത്ത് വരുന്നേ ഉള്ളൂ. നിറച്ച് കായുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഇത് ഹോൾ സീസണാണ് തോന്നുന്നു. പിന്നെ ഇത് നമുക്ക് ഇത് അബിയും ഇത് കായുണ്ടായില്ല. ഇതിപ്പോൾ 1.5 വർഷം ആയതേ ഉള്ളൂ. ഇതെല്ലാം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് ഒരു വെറൈറ്റി ഐറ്റം നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു പേരയ്ക്ക ഇത് 1.5 കിലോ മേളിൽ പോകുമെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു പേരയ്ക്ക, ഇതൊന്നും ആയില്ല. ഇപ്പോൾ ഇത് പഴുത്തിട്ടില്ല. ഇതിൻ്റെ തന്നെ ഇതിപ്പം നമ്മൾ ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് ഇത്രയും ആകുന്ന സാധനം ഈ 1.5 കിലോ മേളിൽ. ഇതും മേലെ തരുമ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, പലക കൊണ്ട് തട്ടടിച്ച് കൊടുക്കേണ്ട ഇതാണ്. ഇതിൻ്റെ താഴെ 2 ഉണ്ട്. ഞങ്ങൾ പറിച്ച് ആയെന്ന് വിചാരിച്ച് അതൊരു 650 ഗ്രാം ഉണ്ട്. അപ്പോൾ മനസ്സിലായി ഇത് പിന്നെയും അതിന് പരീക്ഷ കിട്ടാം. RK33 അങ്ങനെ എൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. ഇത് ഇതെല്ലാം 1.5 വർഷത്തിന് മുമ്പ് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഇതിപ്പോൾ തന്നെ 7, 5, 12 അപ്പുറത്തുണ്ട് 3 ഇത് തന്നെ 10-15 ഉണ്ട്. ഇതെങ്ങനെ താങ്ങുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എന്ത് ചെയ്യണമെന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ആകുന്ന കായം, ഈ ഒരെണ്ണം അത്രയും ആകുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൽ 7, 3, 3, 6, ഇത് 7, ഇതിൽ 5. പിന്നീട് ഇതിനെ ഇപ്പം ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അന്ന് പുള്ളി ഇപ്പോൾ പറഞ്ഞ RK33 അങ്ങനെ ഒരു പേര് പറഞ്ഞു. ഈ കറക്റ്റ് അത് അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ചാമ്പ, ഉമ്മർ ചാമ്പാന്ന് പറയും. ഇത് 1.5 വർഷം ആയതേ ഉള്ളൂ. ഇതിൻ്റെ ചാമ്പയ്ക്കാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല നീളമുണ്ട്, ഒരു 350-400 ഗ്രാം വരും. നമുക്ക് 2 കിട്ടിയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഡങ്സൂര്യ എന്ന് പറയും, ചുമന്ന ചക്കയുള്ള പ്ലാവ്. ഇത് 1.5 വർഷമായി. മറ്റേതിൻ്റെ കൂടെ തന്നെ കൊണ്ട് വെച്ചാൽ ഇതും ഇതിൻ്റെ മേലെയുള്ളൂ. പക്ഷേ ഇത് കായ്ക്കണമെങ്കിൽ 2-2.5 വർഷം എടുക്കും. ഇതെന്ന് പറഞ്ഞാൽ മോസംബി, നമ്മൾ ഒറിജിനൽ മോസംബി. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരെണ്ണം കിട്ടി. ഇപ്പോൾ ഇത് സീസൺ ആയില്ല, ഇനി കട്ട് ചെയ്ത് ഇത് ക്ലിയർ ആക്കി വെക്കണം. പക്ഷെ സംഗതി ഇത് പോകത്തില്ല. നാരങ്ങയുടെ അത് ഇരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു 2-2.5 വർഷത്തോളം ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെങ്ങന്ന് ഫെസ്റ്റിവൽ വന്നപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാകും 4 തൈ. അതിനെ ഇങ്ങനെ താഴെ വെച്ചിട്ട് അതിനെങ്ങനെ മേലെ കയറ്റി. ഇതിപ്പോൾ 2ാമത്തെ ഇത് വിളവായത്. ഇപ്രാവശ്യം ശരിക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 2-3 മാസം ആൾക്കാരെല്ലാം വന്ന് പറിച്ച് ഒരു 1.5 മാസം മുമ്പ് പറിച്ച് തിന്ന് ഈ പരിവായിരിക്കുക. നിറച്ച് കൊലയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കണ്ടിച്ച് കളഞ്ഞ് ഇനി ഹോൾ സീസണാണെന്നാണ് പറയുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും എടുക്കാൻ പറ്റും. നിറച്ച് കൊലയുണ്ട്. ഇതെല്ലാം അടത്തി പഴിക്കുന്ന അടിച്ചുകൊണ്ട് പോകും. വളമെന്ന് പറയുന്നതിന് വേണ്ടിയത് നമ്മൾ ഈ മീൻ കഴുകിയ വെള്ളം, ഇറച്ചി വെള്ളം, പിന്നെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ പശുവിന് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, എന്തുണ്ടോ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇതെല്ലാം ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇതിനെ പ്രത്യേക ഒരു ശ്രദ്ധയുണ്ട്. എനിക്കൊരു 15 ദിവസം കൂടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിന് കൊടുക്കും. പിന്നെ ഇതിന് മറ്റേ ജൈവവളം അല്ല മറ്റൊന്നും കൊടുത്തിട്ടില്ല. എല്ലുപൊടി ഇതൊക്കെ എല്ലാവരും പറയുന്നത് തന്നെ, എല്ലുപൊടി ഇതൊക്കെ പറയാം. പക്ഷേ ഇതിന് ഒരു ആൾ പറഞ്ഞ് കുറച്ച് പൊട്ടാഷൂർ വല്ലപ്പോഴും ഇട്ട് കൊടുത്താൽ ശരിക്കും കാ പൊട്ടും. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, വലിയ ഇതിൻ്റെയൊക്കെ ഇപ്പുറത്ത് എല്ലാം അടത്തിക്കൊണ്ട് പോയി. വലിയ നീളമുള്ള പോലെ ഉണ്ടായിരുന്നു. ഇതങ്ങ് മാറിയിട്ട് ഇത് പിന്നെ ഒരു പിങ്ക് കളറായി, പിന്നെ ഇതങ്ങ് കറുപ്പാവും. ആ കാര്യം എന്തും വന്ന് നോക്കുക, കറുത്തുണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്ത് പയ്യനുണ്ട്, പുള്ളി ഇത് സ്ഥിരം പരിപാടി. പിന്നെ ഇതിനകത്ത് തന്നെ പടവലും എല്ലാം കയറി കിടക്കും. ഇതെൻ്റെ ഇഷ്ടംപോലെ പടവലയുണ്ട്. പടവലും ഇതെല്ലാം ഞാൻ കയറ്റി വിട്ടിരിക്കുക. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിവില്ല, ഇവിടെ മാത്രമേ നമ്മൾ ഉള്ളൂ. വേറെ ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞു. ഇപ്പം 4 അതായത് ഇതൊരു 30 വർഷം വരെ ഇതിൻ്റെ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ട്യൂബേലൊക്കെ ആക്കിയിട്ടിരിക്കും. പഴുകുന്ന ആൾക്കാർ കൊണ്ടുപോയി ഇതിന് വെയിലുണ്ടെങ്കിൽ ശരിക്കും ഇതിന് മധുരം വെക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു മധുരം ഉണ്ടെങ്കിലും ഡോളോമെറ്റ് അല്ല കുമ്മായം ചോട്ടിട്ടാലും ഇതിന് മധുരം വെക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാനും നമ്മുടെ വൈഫ് ഗീതയാമറില്ലെങ്കിൽ ഞാനില്ലാത്ത സമയം അവളെ ഇതെല്ലാം ഓടിച്ചുകൊണ്ട് പോകും. ഇതെന്ന് പറഞ്ഞാൽ ഒരു നീളമുള്ള സൈസ് കോവയ്ക്ക്. ഇതുകൊണ്ട് നമ്മൾ ഇഷ്ടംമാതിരി ചാക്ക് കണക്കിന് ഇതേ പറിക്കുന്നു. ഇപ്പം ഈ 2-3 ദിവസം മുമ്പ് ഒരാൾ വന്നത് കടക്കാരൻ വന്ന് പറിച്ചുകൊണ്ട് പോയത്. ഇതെന്ന് പറയുന്നത് വലിയ സൈസായി. ഇത് നിറച്ച് ഇവിടുണ്ട്, താഴെയുണ്ട്, നമ്മുടെ വേലിയിലുണ്ട്. പരിപാവലിന് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കഞ്ഞിവെള്ളവും വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടുപോയത്. ഇപ്പം പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളവും അല്ലാതെ വേറെ ഇതിനൊന്നും. ഇത് ഒരു 5-6 വർഷമായ കോവല. ഇതിന് അതിൻ്റെ താഴത്തെ തണ്ട് ഈ കനമുണ്ട്. ഇത് ഇവിടെ മേലെ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്യും. പിന്നെ അതെന്ന് എത്തുകളും. ഇതിൻ്റെ സീസൺ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടിക്കും. എന്നിട്ട് പുതിയ കിളിപ്പ് കയറ്റിക്കും. ഇതൊരു തണലും ഉണ്ട്. നമ്മുടെ താഴത്തെ റൂമിൽ ഇതുള്ളതുകൊണ്ട് ഇതും ബെഡ്മാവാം. ഇത് അണ്ടി കുറവാണ്, പക്ഷെ നല്ല മധുരമുണ്ട്, നിറച്ചുണ്ട്. ഇതെല്ലാം കുറച്ച് നമ്മുടെ പേപ്പറിനകത്ത് ഇട്ടിക്കഴിഞ്ഞാൽ നല്ല മധുരം. പേര് എനിക്ക് എത്ര ഓർമ്മ നെയ്ക്കുമ്പോഴാണ്. ഇതെല്ലാം 10 ഉണ്ടായിരുന്നു. ഇപ്പം ഒരെണ്ണെ നിർത്തിയിരിക്കുക. മറ്റെല്ലാം പെണ്ണുമ്പിള പറിച്ചുകൊണ്ട് പോയി കറിയോ. ഇതിന് മക്കോട്ടക്കാവെന്നും കണ്ടാൽ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഇതൊരു ഇപ്പോൾ 5-6 ഉണ്ടായിരുന്നു. ചുമന്ന പഴം കൂട്ടി അതിൻ്റെ തൊലി എടുത്ത് ഉണക്കി ഒരു സ്പൂൺ നമുക്ക് ഷുഗർ പേഴ്സണൽ സാധനമായിരുന്നു മക്കോട്ട. അത് നല്ല ചുമന്ന കളറായി. ഇത് വലിയ മരമാണ്.
പക്ഷേ ഇത് ഞാൻ വലിയ മരത്തിൽ വിടത്തില്ല, ഞാൻ മേലെ വെച്ച് ഇതിനെ കട്ട് ചെയ്യും. ഇതെല്ലാം തണ്ടുണ്ട്, ഇതെല്ലാം പൂവാ, ഇതെല്ലാം ഇവിടെ 2-3 അത് പോയി. ഇത് പ്ലാവ് തന്നെ എൻ്റെ ഒരു 5-8 ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ചെറിയ 1 വർഷമായ തയ്യ, ഇവിടെ അവിടെ എല്ലാം. എൻ്റെ ഈ ഒരു സാധനം എന്ന് പറയാത് എന്തുവാ ദേവത. ഇതിൻ്റെ നമുക്ക് പനിയൊക്കെ വേദിച്ചൊന്ന് ആക്കിയിട്ട് നമ്മൾ മൂക്കിലോട്ട് വെച്ചാൽ നല്ല എന്താ യൂക്കാലിയാണ്. ഇത് നമ്മൾ പനിക്കൊക്കെ ആൾക്കാരിങ്ങനെ വെച്ച് ഇങ്ങനെ ഞെരടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതും പോകും. പിന്നെ പല ഉപയോഗത്തിനും പറ്റും. ഇത് ദേവദാനം, ഇതൊരു ഓറഞ്ചാണ്, ഇത് എന്തെങ്കിലും പുഷ് ഓറഞ്ച് എന്ന് പറയും, അത് നിറച്ചുകൊണ്ട് എല്ലാം പൊഴിയും. ഇത് സ്റ്റാർ പുളി എന്ന് പറയും. ഇത് ബെഡ് തെയ്യ, ഇത് കണ്ടല്ലേ, ഇതങ്ങ് വലുതാവും. ഇതിൻ്റെ വലിയ വരെ എൻ്റെ വീട്ടിലുണ്ട്, ഇത് ഞാൻ വെട്ടിക്കളയും. അപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ഇത് വന്നാൽ അതിനെ മാത്രമേ ഇല്ല. ഇതിനിപ്പോൾ ഞാൻ ബെഡ് തൈ വാങ്ങിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പച്ചക്കറി, ഫ്രൂട്ട്സ് ഇത് പണ്ട് മുതലേ എനിക്ക് കിട്ടിയിട്ടുള്ള. ഞാനപ്പോൾ ഇതെന്ന് പറയുക എവിടെ തൈ എന്ത് കിട്ടിയാലും പുതിയ തൈ ഉല്ലാസിൽ അതൊക്കെ ഞാൻ കാണിച്ചില്ല, ഒത്തിരി ഐറ്റംസ് കാണിക്കാനുണ്ട്. ഞാനിത് വെച്ച് പിടിപ്പിക്കും, അതിൻ്റെ പുറകെ ഞാൻ നടക്കും. ഇതിപ്പോൾ ഒരു പബ്ലിസിറ്റിക്കോ അല്ല മറ്റൊരാളെ കാണിക്കാനോ അല്ല. എനിക്കൊരു തൃപ്തിയാണ്. രാവിലെ ഞാൻ എണീച്ച് വന്നാൽ ഈ ചെടികളുടെയും ഇതിൻ്റെ എല്ലാം മേലിൽ പോയി നോക്കി അത് പൂ വന്നോ കാ വന്നോ പേരയ്ക്ക വലുതായോ ഇതൊക്കെ നോക്കിയിട്ട് എനിക്കൊരു സ്വയം നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. പിന്നെ ഇനി എനിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. പക്ഷേ വെറൈറ്റി ഞാൻ കുഴിയെല്ലാം എടുത്തിട്ടിരിക്കുക. എവിടെ എന്ത് കിട്ടിയാലും എൻ്റെ ഇല്ലാത്ത ഐറ്റംസ് വെറൈറ്റി ഇട്ട് ഞാൻ എപ്പോഴേ അതിനെ അവിടുന്ന് ചൂണ്ടും കൊണ്ടുവെക്കും. അവക്കോട അത് 2 വെച്ച് പോയി, 3ാമത് ഞാൻ അത്രയും പരിവാക്കി വന്നു. പിന്നെ ഒന്ന് പോയാൽ അതിൻ്റെ പുറകെ ഞാൻ മറ്റൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. സന്തോഷം, പ്രത്യേക ഒരു സന്തോഷം. രാവിലെ ഇന്നിച്ചാൽ എൻ്റെ അതെന്തോ ഇത് ഞാൻ ഓരോന്ന് നോക്കി വന്ന് കാണുമ്പോൾ നമുക്കൊരു അത് ഹാപ്പി ആയിട്ട് നമ്മൾ